എടുത്തിരിക്കുന്നത് വെണ്ടക്ക കുറച്ച് തോനെ എടുത്തിട്ടുണ്ട്. ചെറിയ വെണ്ടക്കയാണ്. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 2 തക്കാളി, സാമ്പാർ പൊടി 4 ടേബിൾ സ്പൂൺ, പുളി. ഈ വെണ്ടയ്ക്കും തക്കാളിയൊക്കെ കഴുകിയിട്ട് നുറുക്കിയെടുക്കുക. വെണ്ടയ്ക്കും തക്കാളി ഇപ്പോൾ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കിനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലത്തെ മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഇതായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഇപ്പോൾ നല്ലവണ്ണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ വെണ്ടയ്ക്കയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം. വെണ്ടയ്ക്കൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ പശയൊക്കെ പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് സാമ്പാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഞാൻ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം. പിന്നെ മാറ്റി വെച്ച പുളിവെള്ളം ചേർത്തെടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.